നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. അങ്ങനെയുള്ള നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അത് പറയാൻ കാരണം എന്താണ്? കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൽ കുറേ ഭാഗ്യവാന്മാരെ പറ്റി പറയുന്നുണ്ട്. അതിൽ നമുക്ക് കാണുവാൻ കഴിയും, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. അങ്ങനെ വന്നിട്ട് അതിൻ്റെ 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ കാണുന്നു, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. അപ്പോൾ തന്നെ അതിൻ്റെ 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ കാണുന്നു, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മളിൽ പലർക്കും അങ്ങനെ നീതി നിശ്ചയിക്കപ്പെട്ടവരാകാം. നിങ്ങൾ ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട. കാരണം നമ്മുടെയും അവരുടെയും ന്യായാധിപൻ സ്വർഗത്തിലുണ്ട്. ദൈവം തക്ക സമയമാകുമ്പോൾ നമുക്ക് വേണ്ടി തൻ്റെ നീതിയുടെ കരം വെളിപ്പെടുത്തും. അതാണ് പറയുന്നത്. അങ്ങനെ നമുക്ക് നീതി നിമിത്തം എന്തെങ്കിലും ഭാരമോ ഉപദ്രവമോ നേരിട്ടാൽ നാം അവിടെ തിരിച്ച് പ്രതികരിക്കാൻ പോകരുത്. ആ പ്രതികരിക്കേണ്ട ദൈവത്തിൽ നാം കാര്യങ്ങളെ ഭരമേൽപ്പിക്കുക.